വീഡിയോയിലോട്ട് എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിൽ നിന്ന് നമ്മൾ കമ്പംമേട്ടിലാണ് പോകുന്നത്. നമ്മൾ കമ്പംമേട്ടിലാണ് പോകുന്നത്. അവിടെ മുന്തിരിത്തോട്ടമാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം. അവിടെ കയറി കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഒന്ന് കാണുക എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചുരുളി പാലസോ ഡാം എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും സമയം ഇപ്പം ഏകദേശം ഒരു 3 മണിയെങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കമ്പംമേട്ടിനാണ് പോകുന്നത്, തമിഴ്നാട്. ഏത് വഴിയാ പോകുന്നത് സഹിച്ചായ? കമ്പംമേട്ട് വഴി കമ്പം. അപ്പം ഇവിടെ കാണാനുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കാണാൻ. മുന്തിരിത്തോട്ടമുണ്ട്. അവിടെ കയറി നമുക്ക് മുന്തിരിങ്ങ പറിക്കാനൊന്നും പറ്റത്തില്ലെന്നാണ് സഹിച്ചായം പറഞ്ഞത്. കയറി ഫോട്ടോസൊക്കെ എടുക്കും. പൈസ കൊടുക്കണോ? ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണോ? വേണ്ട. മുന്തിരി പറിക്കുന്നതിന് ഫോട്ടോ എടുക്കണം, അല്ല പൈസ കൊടുക്കണം. അല്ല, മുന്തിരിയിൽ ഇങ്ങനെ നമുക്ക് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാവോ? അത് ഒക്കെ കിട്ടാം. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ ഇവിടുത്തെ വഴിയുടെ ഒരു ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ മതി. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള വഴിയാണ്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ദൂരം യാത്രയൊന്നുമില്ല കേട്ടോ. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഒരു 1 hour 2 hour ട്രാവലിങ്ങേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് നല്ല അടിപൊളി വഴിയാണ്. വഴിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊന്നും കണ്ടില്ലേ? 2 സൈഡിലും മരങ്ങളൊക്കെ നട്ട് നല്ല രസമുണ്ട്. ഈ ഒരു കാണുന്നതൊക്കെ എസ്റ്റേറ്റുകളാണ്. മാംഗോസ്, അതുപോലെ തന്നെ ഈ നെൽക്കടലയുടെയൊക്കെ തോട്ടങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്ന ഒരു പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഒരു റിലാക്സേഷൻ അങ്ങനെ ഒരു സംഭവമായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഏകദേശം ടൗണിലോട്ട് വന്നിരിക്കുകയാണ്. കമ്പത്ത് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഈവ, നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ മാംഗോസ്, എല്ലാ രീതിയിലുള്ള കൃഷിയുടെ സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുന്തിരിയാണ്. മുന്തിരിത്തോട്ടങ്ങളാണ് ഈ ഒരു റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സാധാരണക്കാരായ പാവങ്ങളായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും കൃഷിക്കാരാണ് കേട്ടോ. അപ്പം മുന്തിരിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇവരിങ്ങനെ എസ്റ്റേറ്റ് വഴി ഒരുപാട് കൃഷിയൊക്കെ ചെയ്തതിന് ശേഷം ഇവർ ഈ റോഡ് സൈഡിൽ ഈ മുന്തിരിങ്ങയൊക്കെ വിൽക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റോഡ് സൈഡുകളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തോട്ടങ്ങൾ നല്ല സൂപ്പറാണ് കാണാൻ. അങ്ങനെ അതെ, നമ്മളൊരു 1.5 മണിക്കൂറിന് ശേഷം ചുരുളി വെള്ളച്ചാട്ടം അല്ലേ? പാലസാണോ? പാലസാണോ? 2 മണി ആയതേ വെള്ളച്ചാട്ടം അല്ലല്ലേ? ചുരുളി പാലസിലെത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് ഒരു 1.5 പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ വണ്ടികളാണ് കാണിച്ചത്. പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണ് എന്ന് കണ്ടു. നമുക്ക് ആ പട്ടിനെ കൊണ്ടെടുക്കാം. മരം. അങ്ങനെ ഇത് നമ്മൾ ഏകദേശം അവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു വാട്ടർഫോളാണ് കാണാൻ പോകുന്നത്. അപ്പം പാലസ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ നമ്മൾ ആദ്യം പാർക്കിങ്ങിൻ്റെ ഒരു സെക്ഷനിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. നിറച്ച് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണല്ലോ. അപ്പം അതിൻ്റെതായ സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്തോട്ട് നമ്മൾ അടുക്കും തോറും ഈ ഒരു സൈഡ് റോഡിൻ്റെ 2 സൈഡ് വശങ്ങളിലായിട്ട് കുറേയേറെ കച്ചവടക്കാരെ കാണാം. മാംഗോസാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല എന്താ പറയുക, മൽഗോവ മാങ്ങ എന്നൊക്കെ പറയില്ലേ,
അത് ഈ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അവർ കീറി തരുന്നു. അത് നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാൻ കേട്ടോ. പിന്നെ രണ്ട് സൈഡിലും പല ടൈപ്പിലുള്ള കച്ചവടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചുരുളി പാലസ് കാണാൻ വേണ്ടി കമ്പത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ് അഡൾട്ട്സിന് വരുന്നത്, 20 രൂപ ചൈൽഡിനും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം ഏകദേശം 4 മണി വരെ ഉള്ളൂ, കയറാൻ പോവാണ്. ഈ ഒരു വാട്ടർഫോള് കാടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക മങ്കീസിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കുറേ നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ് സർവീസും ഉണ്ട് കേട്ടോ. നടക്കാൻ പറ്റാത്തവർക്ക് ബസ്സിൽ അവർ നമ്മളെ കൊണ്ടുപോയി വിടുന്നത്. നമ്മൾ പാലസ് ആണെന്ന് ഓർത്താണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞാൻ ആദ്യം തന്നെ വിചാരിക്കുകയുണ്ടായിരുന്നു പാലസ് ആണോ ഈ കാട്ടിൽ എന്ന്. പക്ഷേ നമ്മൾ ആ ഒരു വലിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി ചെല്ലുകയാണ്. ഒരു 2-3 കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് മടുക്കും. അതുപോലെ തന്നെ തേക്കടി കാണാൻ വരുന്ന ആൾക്കാരിൽ കൂടുതൽ തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം. വെള്ളം മഴ ഒരു സീസണൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെള്ളമാകും കേട്ടോ. ഈ ഒരു വെള്ളത്തിന് ഭയങ്കര ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ആൾക്കാർ ഭൂരിഭാഗം ടൂറിസ്റ്റുകളും അവിടെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരിയാർ കടുവാ സങ്കേതത്തിന് ചേർന്നാണ് ഈ ഒരു സംഭവം നിലനിൽക്കുന്നത്. അത് ഒരു കാടിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പം നമുക്ക് ഇത് കണ്ടാൽ ഇപ്പോൾ വെള്ളക്കുറവായതുകൊണ്ടാണ് നമുക്കൊരു ചെറിയൊരു വിഷമം വരുന്നത്. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. മറ്റൊരു പ്രത്യേകതയാണ് സങ്കേതത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മൃഗങ്ങളെ കാണാനും സാധ്യത കൂടുതലാണ് ഇവിടെ നിന്നാൽ. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ മുന്തിരിത്തോട്ടത്ത് വന്നിരിക്കുകയാണ്. മുന്തിരിത്തോട്ടം അല്ലേ. അപ്പം ഈ ഒരു കമ്പം തേനി ഈ ഒരു റൂട്ടിൽ ഇരുന്നവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയിരിക്കുന്ന ഒരു കൃഷിയാണ് മുന്തിരി പാടങ്ങൾ കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോഴാണ് ആ പാട്ടൊക്കെ പാടാൻ തോന്നുന്നത്. അപ്പം ഈ കാണുന്നതാണ്, ഞങ്ങളൊരു മുന്തിരി ഫാമിൽ കയറിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതെല്ലാം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് മുന്തിരികളാണ്. അതായത് ജ്യൂസ് വൈനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് മുന്തിരികളാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രത്യേകം നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും പറിച്ചൊക്കെ കഴിക്കും. പക്ഷേ വളരെ എന്താ പറയുക വിഷം അടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഈച്ചയും കേടായി പോകാതിരിക്കാൻ വേണ്ടി നമുക്കറിയാം മുന്തിരിയിൽ എത്രത്തോളം വിഷമുണ്ടെന്ന്. അപ്പം നിറച്ചും വിഷമാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാമെന്നുള്ളതാണ്. കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അവർ പറിക്കേണ്ടെന്ന് പറയും, പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയല്ലേ പറിക്കാതിരിക്കാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. നല്ല റോഡും വഴിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ മുന്തിരി നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഇവരുടെ കയ്യിൽ നിന്നും. കിലോയ്ക്ക് 70 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപാരമാണ്. വിഷം അടിച്ച് നിർത്തിയേക്കുകയാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ വിഷം കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഫുള്ള് ഇതിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. അപ്പം ഇതാണ് അവരുടെ ഒരു വരുമാന മാർഗം. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ മുന്തിരിത്തോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പറിക്കരുതെന്ന് വിചാരിച്ചാലും ഞങ്ങൾ അറിയാണ്ട് ഇതങ്ങ് പറിച്ചു പോകും. പക്ഷെ ആരും കാണത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ചേച്ചി വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ കുറെ ചേട്ടന്മാർ അപ്പുറത്തൊന്നും മെല്ലെ ഇങ്ങനെ എവിടെ അവർ നോക്കുന്നെന്ന്. ഞാൻ ആ മുന്തിരി തോട്ടത്തിലൂടെ ഓടുന്നത് ഓട്. നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. മനോഹരമായ മുന്തിരിത്തോട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പം ഇവിടുന്ന് ഒരു പാക്കറ്റ് മുന്തിരിയും വാങ്ങിക്കുന്നുണ്ട്. 500 രൂപേൻ്റെ മുന്തിരി വാങ്ങി. കിലോയ്ക്ക് 70 രൂപയാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയാണ്, സൂപ്പറാണ് കാണാൻ. അപ്പം മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ബൈ ബൈ പറയും.
അങ്ങനെ ഒരു മനോഹരമായ കുറേയേറെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ്. അപ്പം നല്ലൊരു ട്രിപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.